നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു രോഗിയുടെ ഒരു വിവരമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് 16 വയസ്സാണുള്ളത്. 16 വയസ്സുണ്ടായിരുന്നപ്പോൾ ഇവിടെ വന്നത് പുള്ളി ഒരു സ്ക്രോട്ടത്തിനകത്തുള്ളൊരു ചേഞ്ചസ് കണ്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അതായത് ആ ഒരു വശത്തെ വൃഷണം ചെറുതായി വരുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പം ഞാനിങ്ങനെ വിശദമായിട്ട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഇതുപോലെ 3-4 വർഷം മുമ്പ് ആ വശത്ത് ഭയങ്കരമായിട്ട് നീര് വന്നു, ആ ടെസ്റ്റിസ് വളരെ വീർത്ത് വന്നു, ചുമന്ന നിറത്തിലൊക്കെ വന്നു. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഇൻഫെക്ഷനാണ്, മരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ മരുന്ന് കുറേ നാൾ 2 ആഴ്ച 3 ആഴ്ച ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നീരൊക്കെ കുറഞ്ഞു, വേദനയും മാറി. കുറച്ച് നാളുകൂടെ പിന്നെ കല്ലിപ്പ് പോലെ ഉണ്ടായിരുന്നു, കല്ലിപ്പ് കുറച്ച് നാളുകൂടെ നിന്നു. അതിനുശേഷം പിന്നെ ഈ കല്ലിപ്പൊക്കെ മാറി സൈസ് കുറയാൻ തുടങ്ങി. സൈസ് കുറഞ്ഞു അപ്പോൾ മറ്റതിനെക്കാട്ടിലും കുറഞ്ഞു വന്നപ്പോൾ ഇവർക്കൊരു ആകാംക്ഷയായി, ഇതിനൊരു ടെൻഷനായി, എന്താ ഇത് വീണ്ടും സൈസ് കുറഞ്ഞു വരുന്നത്, നോർമൽ സൈസിനെക്കാട്ടി കുറഞ്ഞു വരുന്നു. അപ്പോഴാണ് ഞാനിത് ഈ കാര്യം ചോദിച്ചപ്പം അവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇദ്ദേഹത്തിൻ്റെ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ മറ്റേ ടെസ്റ്റീസ് നോക്കിയപ്പോഴും ആ ടെസ്റ്റിസ് നോർമലാണ്, വൃഷണം നോർമലാണ്. പക്ഷേ ഇതിന് ആ വൃഷണം നമ്മളത് തന്നെ തിരിയാനുള്ള ടോർഷൻ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത ആ ടെസ്റ്റിസ് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുപോലെ ഒരു അസുഖം തന്നെയായിരിക്കും ഈ വലത്തുവശത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടോർഷൻ എന്ന് പറയുന്ന ഒരു അസുഖം ഈ ടെസ്റ്റിസ് അതിൻ്റെ ആ റൂട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പം ടെസ്റ്റിസിട്ട് വരുന്ന രക്തക്കുഴലെല്ലാം ബ്ലോക്കാകും, ആർട്ടറി ബ്ലോക്കാകും, വെയിൻ ബ്ലോക്കാകും. അപ്പോൾ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ആ ടെസ്റ്റിസ് ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്ക് അതിൽ നീര് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വീർത്ത് വന്നിട്ട് അതിന് പുറമേ ഉള്ള സ്ക്രോട്ടൽ സ്കിന്നൊക്കെ നല്ല റെഡ്യൂഷായിട്ടിരിക്കും. സിവിയർ പെയിൻ ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ. ഈ ഒരു കണ്ടീഷൻ ടോർഷൻ ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് പിള്ളേരിലാണ്, കൊച്ചു പിള്ളേർ 6 വയസ്സൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഉള്ളവരിലൊക്കെ കാണാം, യങ്സ്റ്റേഴ്സിൽ കാണാം. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പെയിൻ ആയിട്ട് വന്നാൽ, വൃഷണസഞ്ചിയിൽ പെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സ്കാനിങ് ചെയ്തിരിക്കണം, ഡോപ്ലർ സ്കാൻ ചെയ്യണം, രക്തോട്ടം കറക്റ്റാണോ എന്ന് നോക്കണം, കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ നോക്കണം. രക്തോട്ടം കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ്റേതോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ ആകാം. രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും, ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരു ടെസ്റ്റും ചെയ്യാതെ നേരെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. ഇതിനകത്ത് ഒരു ടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ആ ഗോൾഡൻ അവർ പോയാൽ ഇതിനകത്ത് രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ പ്രയോജനം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് രക്തോട്ടം ഈ ടെസ്റ്റീസ് കുരുങ്ങിയിരിക്കുന്നത് നേരെയാക്കിയാലും ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകത്തില്ല. അങ്ങനെ ലേറ്റായി പോയി കഴിഞ്ഞാൽ ആ ടെസ്റ്റീസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ഒരു ഒറ്റ കണ്ടീഷനകത്ത് മാത്രമേ ഉള്ളൂ ഒരു ടെസ്റ്റുകളും ഇല്ലാതെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. അതുകൊണ്ട് ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്ത് പെയിൻ വന്നാലും കുഴപ്പമില്ല, ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. ഡോക്ടറെ കണ്ടില്ലേലും കുഴപ്പമില്ല, ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഇതിനകത്ത് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്, ഒരു ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ മറ്റേ സംശയം, രക്തോട്ടം കുറവാണെന്ന് ആ ഡോക്ടർ പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു സർജനെയോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെയോ കാണണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഏർലി സ്റ്റേജ് ഒരു 1 അവറിനകത്തോ മാക്സിമം 2 hours അതിനടുക്ക് വരുവാണെങ്കിൽ ഈ കുരുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ടെസ്റ്റിസ് നോർമലാകും. അതായത് നമ്മളിത് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് ചെയ്യാതെ ഇത് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, മരുന്നൊക്കെ കഴിച്ച് ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിരുന്നാൽ ഇതിനകത്ത് രക്തോട്ടം കുറഞ്ഞ് അതങ്ങ് ഡെഡായി, ടിഷ്യൂ ഡെഡായി. ആ ടിഷ്യൂ ഡെഡാകുമ്പോൾ അന്നേരം പെട്ടെന്ന് ചുരുങ്ങത്തില്ല. കുറേ നാൾ കഴിയുമ്പോൾ ആ ടിഷ്യൂ ചുരുങ്ങി അത് അബ്സോർബ് ചെയ്ത് വളരെ ഒരു ചെറിയ പീനട്ടിൻ്റെ സൈസ് പോലെ ആകും. അതാണ് പീനട്ട് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയാനുള്ള ഒരു കാരണം, പെയിൻ വന്നാൽ പ്രത്യേകിച്ച് ഒരു 10-20 വയസ്സിന് താഴെയോ അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് താഴെയോ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ ആണെങ്കിൽ പെയിൻ വന്നാൽ ഉടനെ അൾട്രാസൗണ്ട് ചെയ്യണം, ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.